Hello guys, welcome back to a new video of Jazira's channel. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എൻ്റെ മോർണിംഗ് ആൻഡ് നൈറ്റ് ടൈം സ്കിൻ കെയർ റൊട്ടീനെ കുറിച്ചിട്ടാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. വെൽക്കം ബാക്ക്. അപ്പോൾ സ്കിൻ കെയറിൽ തന്നെ ഫസ്റ്റ് ചെയ്യാവേണ്ടത് നല്ലൊരു ഫേസ് വാഷ്. ഇത് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ടുള്ള ഫേസ് വാഷ് ആയിരിക്കണം. ഇത് ഡ്രൈ സ്കിന്നിനും സെൻസിറ്റീവ് സ്കിന്നിനും നോർമൽ സ്കിന്നിനും യൂസ് ചെയ്യാൻ പറ്റും. എൻ്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഞാൻ ഡോട്ട് ആൻഡ് കീൻ്റെ ഹൈലറോണിക് ആസിഡ് ഇൻഫ്യൂസ് ചെയ്തിട്ടുള്ള ഫേസ് വാഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഫേസ് എപ്പോഴൊക്കെ നമ്മൾ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ സാധാരണ ഒരു ക്ലോത്ത് കൊണ്ട് ഫേസ് വൈപ്പ് ചെയ്യാൻ പാടില്ല. അതായത് ഇങ്ങനെ വൈപ്പ് ചെയ്യലോ, ഇപ്പോൾ നമ്മൾ കയ്യിൽ ഷോൾ ഉണ്ടെങ്കിൽ ഷോൾ കൊണ്ട് വൈപ്പ് ചെയ്യലോ, ഇപ്പോൾ നമ്മൾ ബോഡി ഫുള്ളും തുടച്ച് ആ തുണി കൊണ്ട് വൈപ്പ് ചെയ്യലോ, അതൊന്നും ചെയ്യാൻ പാടില്ല. എപ്പോഴും നമ്മുടെ ഫേസിന് മാത്രമായിട്ട് തനിയെ ഒരു ടവൽ വെക്കണം, ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടവൽ വെക്കണം. ഫോർ ബെറ്റർ ഹൈജീൻ എന്ന് പറയാം. ഹൈജീന് കാണും, അത് നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചറും സ്കിന്നിൻ്റെ ഒരു ഇതേ മാറ്റിമറിക്കും. അങ്ങനെയൊന്ന് യൂസ് ചെയ്ത് നോക്കും, അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ മോർണിംഗ് റൊട്ടീനിൽ ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഈ അക്വാലോജിക്കൻ്റെ വിറ്റമിൻ സി ഫേസ് സിറം. ഇത് ഞാൻ എൻ്റെ മോർണിംഗ് റൊട്ടീനിൽ മാത്രമല്ല, അപ്പം ഞാൻ മോർണിംഗ് യൂസ് ചെയ്യാൻ മറന്നാൽ മാത്രമേ നൈറ്റ് യൂസ് ചെയ്യുള്ളൂ. ഇത് അക്വാലോജിക്കൻ്റെ വിറ്റമിൻ സി സിറം, പപ്പായ ആൻഡ് വിറ്റമിൻ സി സിറം. ഓക്കെ, ഇത് എൻ്റെ സ്കിന്നിന് ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് എൻ്റെ സ്കിന്നിൽ പലയിടത്തും ഭയങ്കര ഡാർക്ക് സ്പോട്ട്സും ഭയങ്കര ഡൾനെസ്സൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് ഈ ഒരു സിറം ഉപയോഗിച്ച് തുടങ്ങിയ പിന്നെ എല്ലാം ഇത്തിരി മാറി വരുന്നുണ്ട്. ഇതൊക്കെ ഇത്തിരിയില്ല, നല്ലോണം എനിക്ക് അതിൻ്റെ മാറ്റം അറിയുന്നുണ്ട്. ഇതാണ് ഫസ്റ്റ്. അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് സിറം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വന്നിട്ട് ഞാൻ മോർണിംഗ് റൊട്ടീനിൽ യൂസ് ചെയ്യുന്നത് നല്ലൊരു മോയ്സ്ചറൈസർ. എൻ്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ടും എനിക്ക് ഭയങ്കര ഹൈഡ്രേറ്റിംഗ് തരുന്ന ഒരു മോയ്സ്ചറൈസറാണ് ആവശ്യം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഗുഡ് വൈബ്സിൻ്റെ ഹൈഡ്രേറ്റിംഗ് ഗ്ലോ റോസ് ഹിപ്പിൻ്റെ ഫേസ് ജെല്ലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഡെയിലി ബേസിൽ ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസറാണ്. ഇത് എൻ്റെ അടുത്ത് 2 മോയ്സ്ചറൈസർ ഉണ്ട്. ഒന്ന് ഞാനിപ്പോൾ നല്ലോണം മേക്കപ്പ് ഇടുന്ന സമയത്ത് അതിനൊക്കെ ഇത് യൂസ് ചെയ്യും. ഇത് വന്നിട്ട് പ്ലമ്മിൻ്റെ സാഫ്രോൺ ആൻഡ് കുങ്കുമതി ഓയിലിൻ്റെ. ഇത് വന്നിട്ട് ഗുഡ് വൈബ്സിൻ്റെ റോസ് ഹിപ്പ് വേർഷൻ ഹൈഡ്രേറ്റിംഗ് ഗ്ലോ മോയ്സ്ചറൈസർ. ഈ ഫേസ് സെറം ഒന്നും ഇട്ടില്ലെങ്കിലും നമ്മൾ ഡെയിലി മോയ്സ്ചറൈസർ ഇട്ടാൽ, ഡെയിലി നമ്മൾ മോയ്സ്ചറൈസർ മോർണിംഗ് ആൻഡ് നൈറ്റ് ഇട്ട് വന്നാലും, മോർണിംഗ് ആൻഡ് നൈറ്റ് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ വേറൊന്നും യൂസ് ചെയ്തില്ല, ഈ മോയ്സ്ചറൈസർ മാത്രം യൂസ് ചെയ്താൽ നമ്മുടെ സ്കിന്നിന് വിസിബിൾ ഒരു എന്താ പറയുക, അപ്പോൾ വിസിബിളായിട്ടുള്ളൊരു മാറ്റം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ മോയ്സ്ചറൈസർ. അതിനുശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് സൺസ്ക്രീൻ. ഞാൻ എല്ലാ ദിവസവും മോർണിംഗ് എൻ്റെ സ്കിൻ കെയർ റൊട്ടീൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്തായാലും ഒഴിച്ചുകൂടാതെ ചെയ്യുന്നൊരു കാര്യമാണ് സൺസ്ക്രീൻ. ഈ സൺസ്ക്രീന് നമ്മൾ പുറത്ത് പോകുമ്പോൾ മാത്രം യൂസ് ചെയ്യുന്നതല്ല, ചെയ്യേണ്ട സാധനമല്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ സ്കിൻ ഇവൻ ടോൺ ആയിരിക്കില്ല. എല്ലാവരുടെയും സ്കിന്ന് ഇപ്പോൾ ഇവൻ ടോൺ ആയിരിക്കില്ല. ഇവിടെ ഒരു കളറായിരിക്കും, ഇവിടെ ഒരു കളറായിരിക്കും, ഇവിടെ ഒരു കളറായിരിക്കും, ഇവിടെ ഒരു കളറായിരിക്കും, അങ്ങനെ വേറെ കളേഴ്സായിരിക്കും നമ്മുടെ സ്കിന്നിൽ. ഈ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ ഫേസ് ഈവൻ ടോൺ ആക്കാൻ അത് സഹായിക്കുന്നു. എൻ്റെ അടുത്ത് ഇപ്പോൾ 3 സൺസ്ക്രീൻ ഉണ്ട്. ഒന്ന് അക്വാലോജിക്കൻ്റെ ഡീടാൻ ഡുവി സൺസ്ക്രീന്, പിന്നെ അക്വാലോജിക്കൻ്റെ റേഡിയൻസ് സൺസ്ക്രീന്, പ്ലമ്മിൻ്റെ ഹൈലറോണിക്
ആസിഡ് സൺസ്ക്രീൻ. ഇത് 3 ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒരു വൈറ്റ് കാസ്റ്റ് ഇല്ലാത്ത ഒരു സ്റ്റിക്കി കൺസിസ്റ്റൻസിയിലല്ലാത്ത ഒരു സൺസ്ക്രീൻ ഉപയോഗിക്കാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മളുടെ തേർഡ് സ്റ്റെപ്പ്, ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തേർഡ് സ്റ്റെപ്പ് സൺസ്ക്രീൻ. ഓക്കെ, അതോടെ നമ്മുടെ മോർണിംഗത്തെ സ്കിൻ കെയർ റൊട്ടീൻ കഴിഞ്ഞു. ഇനി നൈറ്റ് ടൈം സ്കിൻ കെയർ റൊട്ടീൻ. എൻ്റെ നൈറ്റ് ടൈം സ്കിൻ കെയർ റൊട്ടീനിൽ ഞാൻ എന്നും ഒഴിച്ചുകൂടാത്ത ചെയ്യുന്നൊരു കാര്യമാണ് നൈറ്റ് കിടക്കുന്നതിന് മുന്നേ, അതായത് പുറത്ത് പോയിട്ട് വന്നാലും ഇപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കുകയാണെങ്കിലും ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് നൈറ്റ് കിടക്കാൻ പോകുന്നതിന് മുന്നേ ഫേസ് വാഷ് ചെയ്യുന്നത്. വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നില്ലെങ്കിൽ നോർമലായിട്ട് മോയ്സ്ചറൈസർ മാത്രം ഇട്ട് കിടക്കും. എൻ്റെ നൈറ്റ് ടൈം സ്കിൻ കെയർ റൊട്ടീൻ അത്രേ ഉള്ളൂ. ഒന്നില്ലെങ്കിൽ നോർമലായിട്ട് മോയ്സ്ചറൈസർ മാത്രം ഇട്ടിട്ട് കിടക്കും, മോയ്സ്ചറൈസറും ലിപ് ബാമും. ഓക്കെ, അല്ലെങ്കിൽ വീക്ക്ലി വൺസ് ഞാൻ ഈ ഫോക്സ്റ്റൈലിൻ്റെ ഓവർനൈറ്റ് ഗ്ലോ മാസ്ക് ഞാനിടും. ഇതിടുകയാണെങ്കിൽ ഇത് മാത്രമേ ഇടുള്ളൂ, ഇതിൻ്റെ മേലെ മോയ്സ്ചറൈസർ ഒന്നും ഞാനിടില്ല. അതല്ലാതെ പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് വീക്ക്ലി ട്വൈസ് അങ്ങനെയൊക്കെ നൈറ്റ് മാത്രം, ഇത് നൈറ്റ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ യൂസ് ചെയ്യുന്നതാണ് അണ്ടർ റൈറ്ററിൻ്റെ 25% AHA + 2% BHA 5% PHA പീലിംഗ് സൊല്യൂഷൻ. ഇത് നൈറ്റ് മാത്രം യൂസ് ചെയ്യേണ്ട ഒരു സെറാണ്. ഇത് നമ്മുടെ സ്കിന്നിനെ എക്സ്പോളേറ്റ് ചെയ്യും, നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യും, അതിനെയൊക്കെ സഹായിക്കുന്നതാണിത്. സോ ഇത് വന്നിട്ട് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ആദ്യം നമ്മുടെ സ്കിന്നിൽ ഒരു തിൻ ലെയറായിട്ട് അപ്ലൈ ചെയ്യുക. ഇത് ഇങ്ങനെയാണ് വരിക, ഒരു റെഡ് കളർ സെറായിരിക്കും ഇത്. ഒരു തിൻ ലെയർ, ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി ഉള്ള ഒരു സാധനമായിരിക്കും. ഒരു തിൻ ലെയർ ഇത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഇത് 20 മിനിറ്റ്സ് നമ്മുടെ ഫേസിൽ ഉണ്ടാവണം. എന്നിട്ട് അതിനെ ഫേസ് വാഷ് ചെയ്ത് കളയാം. വെറും വെള്ളം കൊണ്ട് ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലൊരു മോയ്സ്ചറൈസർ, അതായത് ഇതുപോലത്തെ എന്ന് പറയുമ്പോൾ വേറൊരു ഇപ്പോൾ ചില മോയ്സ്ചറൈസറിലൊക്കെ ഹൈലറോണിക് ആസിഡ്, വിറ്റമിൻ സി, അങ്ങനെ സെറമൈഡ്സ് പറഞ്ഞിട്ട് കുറേ സാധനങ്ങളുണ്ടാവും. അതൊന്നും ഇല്ലാത്ത ഒരു മോയ്സ്ചറൈസർ, നോർമൽ ഹൈഡ്രേറ്റിംഗ് മാത്രം തരുന്ന ഒരു മോയ്സ്ചറൈസർ ഉപയോഗിക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ നൈറ്റ് ടൈം സ്കിൻ കെയർ റൊട്ടീന്. പിന്നെ എനിക്ക് പറയാനുള്ളത് കുറച്ച് ടിപ്സാണ്. അതായത് ഞാൻ പറഞ്ഞ പോലെ ഫേസിന് മാത്രമായിട്ടൊരു ടവൽ യൂസ് ചെയ്യുക. പിന്നെ വന്നിട്ട് ഒരു ഡെയിലി നമ്മൾ ഹൈഡ്രേറ്റിങ്ങിന് വേണ്ടിയിട്ട്, നമ്മുടെ ഫേസ് ബോഡി ഹൈഡ്രേറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു 3 ലിറ്റർ അല്ലെങ്കിൽ 2.5 ലിറ്റർ വെള്ളം കുടിക്കാം. പിന്നെ കുറച്ച് എക്സസൈസ് ആവാം. ഞാൻ എക്സസൈസ് ഒന്നും ചെയ്യാറില്ല, എന്നാലും ഞാൻ പറഞ്ഞുതരാം. ഫേസ് വാഷ് ചെയ്തിട്ട് ഡെയിലി മോയ്സ്ചറൈസർ ഉപയോഗിക്കുക, അങ്ങനെയൊക്കെ ചെയ്താൽ ഇപ്പോൾ എന്നെ കൊണ്ട് പലരും ചോദിക്കും, ഇതിനൊക്കെ എവിടെ നിന്നാണ് സമയം കിട്ടുക, നമുക്ക് പണിയുണ്ടല്ലോ അങ്ങനെയൊക്കെ പറയും. ഇതിനൊക്കെ ഒരു 5 മിനിറ്റ് മതിയടോ, 5 മിനിറ്റ് മതി. നിങ്ങളുടെ ഇത്രയും തിരക്ക് പിടിച്ച ലൈഫിൽ ഒരു 5 മിനിറ്റ് നിങ്ങളുടെ സ്കിന്നിന് വേണ്ടിയിട്ട് ചിലവാക്കാൻ നിങ്ങൾക്ക് കഴിയില്ലേ? പിന്നെ ചിലർ പറയും, ഇത്രയും പൈസ ചിലവാക്കിയിട്ട് ഇത്രയും വാങ്ങിക്കൂട്ടിയിട്ട് നാളെ ഇതൊക്കെ ഉപയോഗിച്ചേണ്ട ഇതൊക്കെ കെമിക്കൽസാണ്, ഇതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ് പിന്നെ നിനക്ക് വയസ്സാകുമ്പോൾ അറിയും, നിൻ്റെ ഫേസ് അങ്ങനെയാവും ഇങ്ങനെയാവും എന്നൊക്കെ പറയുന്നവരുടെ അടുത്ത് എനിക്കൊന്നേ പറയാനുള്ളൂ, മാത്രം. സോ ഇതുകൊണ്ട് ഞാൻ വേറെ വെളുത്തിട്ട് പാറണം ഒന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്കെൻ്റെ സ്കിൻ ടെക്സ്ചർ മാറണം, എനിക്കെൻ്റെ സ്കിന്ന് കുറച്ച് ബ്രൈറ്റ് ആവണം, ഈവൻ ടോൺ ആവണം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് വെളുത്തിട്ട് പാറണം, അങ്ങനെയാണ് ഇങ്ങനെയാണ്, എനിക്ക് കുറച്ച് വെളുക്കണം. ഞാൻ ഡസ്കി സ്കിൻ ടോണിലുള്ളൊരു വ്യക്തിയാണ്. സോ എനിക്കിതന്നെ മതി. പക്ഷേ എൻ്റെ സ്കിന്ന് കുറച്ച് ബ്രൈറ്റ് ആവണം, അത്രേ ഉള്ളൂ. സോ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊക്കെയാണ് എൻ്റെ മോർണിംഗ് ആൻഡ് നൈറ്റ് ടൈം സ്കിൻ കെയർ റൊട്ടീൻ എന്ന് പറയുന്നത്. സോ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദ വീഡിയോ ആൻഡ് നിങ്ങൾക്കിത് യൂസ് ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇതേപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസിലേക്ക് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാം.
എന്നെ ഒരു ഫ്രണ്ടായിട്ട് കണക്കാക്കിയിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പ്ലീസ് ഗൈസ്. So don't forget to like, share and comment and subscribe. So bye bye. Bye bye. Bye bye. Bye bye.